തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി യാത്രക്കാരിക്ക് പരിക്ക്. കൊച്ചുവേളി ബാംഗ്ലൂർ എക്സ്പ്രസ് ട്രെയിനാണ് തട്ടിയത്. ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയായ കായംകുളം സ്വദേശി സരളയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. റാംഷാ CP വിവരങ്ങളുമായി ചേരുകയാണ്. റാംഷാ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എങ്ങനെയാണ് ഈ ട്രാക്കൊക്കെ മുറിച്ചു കടക്കുന്നത്? അത് ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇവിടെ എക്സ്കലേറ്റർ സംവിധാനങ്ങളുണ്ട്, ലിഫ്റ്റ് ഉണ്ട്, ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാതെ ഇത്തരത്തിൽ നമുക്കിവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വളരെ പെട്ടെന്ന് അപ്പുറത്ത് കടക്കാൻ ആളുകൾ ഈ ട്രാക്ക് മുറിച്ചു കടക്കുന്ന ഒരു രീതി ഇവിടെ സാധാരണ കാണാറുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാഴ്ച അവിടെ സ്ഥിരമാണ് അല്ലെ? അപ്പോൾ ഇന്ന് രാവിലെ ഒരു അപകടം ഉണ്ടായിട്ടും ഇപ്പോഴും ആ ട്രാക്ക് മുറിച്ചു കടന്നു തന്നെയാണ് ആളുകൾ പോകുന്നത്. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഗേറ്റിൽ വാഹനങ്ങൾ വെച്ച് അപ്പുറത്തെ ട്രാക്കിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ട്രാക്ക് മുറിച്ചു കടന്ന് അപ്പുറം മറുവശത്തെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകാം എന്നതാണ് ഇവിടെ ആളുകൾ സ്വീകരിക്കുന്ന ഒരു വഴി. അതിന് ഫുട് ഓവർ ബ്രിഡ്ജും മറ്റ് ലിഫ്റ്റ്, എസ്കലേറ്റർ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല എന്നത് ഇവിടുത്തെ RPF ഉദ്യോഗസ്ഥരും ഒരു ഗുരുതരമായ ഒരു പ്രശ്നമായി നമുക്ക് മുന്നിൽ നേരത്തെ അവതരിപ്പിച്ചതാണ്. ഇത്തരത്തിൽ ഒരു യാത്രക്കാരി രാവിലെ 9 മണിക്ക് ഈ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. കൊച്ചുവേളി ബാംഗ്ലൂർ എക്സ്പ്രസ് ട്രെയിനാണ്. അത് ഇവിടെ സ്റ്റോപ്പില്ലാത്തൊരു ട്രെയിനാണ്. ആ ട്രെയിൻ തട്ടിയാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ, അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയാണ്. കായംകുളം സ്വദേശിയായ സരള എന്നതാണ് പേര്. 44 വയസ്സ് വരും എന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രാഥമികമായ വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അതായത് യാത്രക്കാർ കാണുന്നുണ്ട്, അതിന് ഈ വാഹനങ്ങൾ നിർത്തുന്ന റോഡുമായി ഒരു കണക്ഷൻ ഉണ്ട്. അതിലൂടെ പോകാൻ അനുമതി ഉള്ളതാണോ, അതൊരു എളുപ്പ വഴി എന്ന നിലയ്ക്ക് ആളുകൾ അത് തിരഞ്ഞെടുക്കുന്നതാണോ? എളുപ്പവഴി എന്ന നിലയിൽ ആളുകൾ ഇത് തിരഞ്ഞെടുക്കുന്നതാണ്. മാധു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമുക്കിവിടെ കാണാം, ഇവിടെ ആളുകൾക്ക് കടന്നു വരാൻ ഉള്ളൊരു വഴി, നടന്നു പോകാനുള്ള ഒരു വഴി ട്രാക്കിൽ ഉണ്ട്. പക്ഷേ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് മുറിച്ചു കടക്കാൻ ഇവിടെ പാത തുറന്നിട്ട ഒരു പാതയല്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, അവിടെ ഒരു ഇരുമ്പ് കമ്പി വെച്ച് ഇവിടെ എല്ലാം ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. അങ്ങനെ ആളുകൾക്ക് എളുപ്പം ഇങ്ങോട്ട് കടന്നു വരാനൊന്നും സാധിക്കില്ല. അവിടെ ഇത് ചാടിക്കടന്നു വേണം, ഈ കാണുന്ന ഈ ബാരിക്കേഡ് ചാടിക്കടന്നു വേണം ഇങ്ങോട്ട് കടന്നു വരാൻ. നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മെയിൻ റോഡ്, ഈ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൽ അവിടെ പാർക്കിംഗ് ഏരിയ, ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ വശത്തായി, ഫ്രണ്ട് വശത്തായി ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് ആളുകൾ ഈ കാണുന്ന ബാരിക്കേഡ് ചാടിക്കടന്ന് ഇപ്പുറം വന്ന് നടന്ന് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുമാത്രമല്ല, ഇവിടെ ഈ ആളുകൾ പാർക്ക് ചെയ്ത് വരുന്ന ആളുകൾ മാത്രമല്ല, ഈ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങി പിന്നീട് മറുവശത്തേക്ക് പോയി അവിടെ നിന്നും ബസ് കയറി പോകേണ്ട ആളുകളൊക്കെ ഇത്തരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജോ അതല്ലെങ്കിൽ ലിഫ്റ്റ് സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഈ ട്രാക്ക് മുറിച്ചു കടന്ന് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി RPF ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത്. ആ നിലയിൽ ഒരു ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ ഇത് കാണണം. അത് ആളുകൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് നേരത്തെ RPF ഉദ്യോഗസ്ഥരും നമ്മളോട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം അവർ നിരന്തരം ഇത്തരം ആളുകൾ കടന്നു പോകുമ്പോൾ അവരെ ബോധവൽക്കരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും ആളുകൾ ഇത്തരത്തിൽ തന്നെ ഈ മറ്റു സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ട്രാക്ക് മുറിച്ചു കടക്കാൻ ഒരു 100 മീറ്റർ അധികം നടക്കേണ്ടി വരും. അവിടെ ബ്രിഡ്ജും എസ്കലേറ്ററും അടക്കമുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇതൊന്ന് ഓടി അപ്പുറത്തേക്ക് പോയാൽ അപ്പുറത്തെ ട്രാക്കിലേക്ക് എളുപ്പത്തിൽ, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എളുപ്പത്തിൽ ചെല്ലാൻ കഴിയും എന്ന് വിചാരിച്ചിട്ടാണ് ഈ അപകടകരമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും അവിടെ അപകടമുണ്ടായിരിക്കുന്നു. ട്രെയിൻ തട്ടി യാത്രക്കാർക്ക് പരിക്കേറ്റു. കൊച്ചുവേളി ബാംഗ്ലൂർ എക്സ്പ്രസ് ട്രെയിനാണ് തട്ടിയത്. ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എന്നിട്ട് പോലും ഇപ്പോൾ റാംഷ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പിന്നിൽ കൂടിയും ആളുകൾ മുറിച്ചു കടക്കുകയാണ്. റെയിൽവേ ഉദ്യോഗസ്ഥർ നിരന്തരം ഇത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ചെവിക്കൊള്ളാതെയാണ് ഈ റിസ്ക് എടുക്കുന്നത് എന്നതാണ് കഷ്ടം.